കൂടാരം നമ്മൾ തകർക്കും. മണിഗോപുര ശിഖരങ്ങൾ, മന്ത്രനിലാമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങൾ എങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ സി ജോസഫ് അവരാണ് പരിപാടി സ്വാഗതം ചെയ്തത്. ആശംസകളെ സംസാരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണിക്കോടാണ്. അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ വി അബ്ദുൽ സലാം സാർ, ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ IT ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് വെൽഫെയർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് GK ആസിഫിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ ഇൻചാർജുമായ സജീഷിനെയും ഈ സമ്മേളനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ജില്ലാ അംഗമായ ഹരീഷ് പാർട്ടിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് രേണു ബിയെയും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അനൂപ് സഞ്ജയെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് വേണാട്ടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ PRO രാജീവൻ സ്നേഹ അവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ഹരിത കോർഡിനേറ്റർ രമ്യ രാജീവനെയും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ യോഗത്തിൽ നന്ദി അറിയിക്കുന്ന ജില്ലാ ട്രഷററി യോഗത്തിലേക്ക് സ്നേഹത്തോടെ പ്രതിനിധി സമയമാകുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് വൈകി സമ്മേളനം തുടങ്ങും. 6 മണിയാകുമ്പോഴാണ് ഉച്ചയ്ക്ക് സമ്മേളനം തുടങ്ങാൻ, പൊതു സമ്മേളനം തുടങ്ങാൻ. അത് കഴിയാറാകുമ്പോഴേക്കും നമ്മുടെ സമ്മേളനത്തിന്റെ കാതലായ ഭാഗം ചർച്ച വരുമ്പോഴേക്കും എല്ലാവരും തിരക്കായിരിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും തീർന്നു പോകാൻ പോയ മതിയുള്ള അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം നമ്മുടെ സെക്രട്ടറിയുടെ കാതലായ ഭാഗം പ്രതിനിധി സമ്മേളനം നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ തൊഴിൽ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ നമുക്ക് പറയാനുള്ള പ്രതിനിധികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് കൃത്യമായി അതിന്റെ സംഘടന നടപടിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ വർഷം രണ്ട് ദിവസങ്ങളിലായി സമ്മേളന നടപടി ക്രമീകരിച്ചത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ ജില്ലാ കമ്മിറ്റി കുറെ നാമത്തെ സംഘടനകളിൽ നടത്തിയ പല പരിപാടികളും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. രാവിലെ പതാകത്തിന് ശേഷം നമ്മുടെ ട്രെയിനർ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഫോട്ടോ പ്രദർശനം സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേളയിൽ ക്ഷേമനിധി ക്യാമ്പും സംസ്ഥാന സെക്രട്ടറി ഹരീഷ് ബാബു ഇന്ന് ഈ വേദിയിൽ വെച്ച് ഉദ്ഘാടനം ചടങ്ങ് നടന്നു കഴിഞ്ഞു. അതിന് എല്ലാ
എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോട് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഒരുപാട് മാനദണ്ഡങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. പ്രകടനത്തിനൊക്കെ അതുപോലെ നമ്മുടെ അലങ്കാരത്തിനൊക്കെ ഒരുപാട് നിബന്ധനകൾ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ്. അവരൊക്കെ സഹകരിച്ചുകൊണ്ട് നമ്മുടെ നല്ലവരായ നമ്മുടെ മെമ്പർമാരുടെ സഹകരണത്തോടുകൂടി വളരെ അച്ചടക്കത്തോടെ നമുക്ക് നമ്മുടെ ശക്തി പ്രകടനം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ പൊതുസമ്മേളനം ഏതാണ്ട് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. നമ്മൾ ഉദ്ഘാടന ഏതാണ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത നമ്മുടെ പ്രസ്ഥാനം ഇന്ന് വളർന്നു പന്തലിച്ച് 17,000-17,000-അധികം മെമ്പർമാരുമായി നമ്മുടെ മെമ്പർമാരുടെയും സമൂഹത്തിനും ആശ്രയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയും അത്രത്തോളം നമ്മുടെ സംഘടന വളർന്നു കഴിഞ്ഞു. നമ്മുടെ സംഘടന ഇന്ന് എന്ത് നമ്മുടെ തൊഴിൽ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സംഘടന രൂപപ്പെടുന്നതെങ്കിലും ഇന്ന് നമ്മുടെ ഓരോ മെമ്പർമാരുടെയും കുടുംബം സുരക്ഷിതമാകുന്ന തരത്തിലുള്ള പ്രവർത്തനമായാണ് അത്രത്തോളം നമ്മുടെ AKP എന്ന സംഘടന വളർന്നു കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സാധന പദ്ധതി. അതിന് വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉച്ചപ്രഭാഷണത്തിനിടെ പറയും. നമ്മുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി എല്ലാവരുടെയും കയ്യിൽ നിന്നും തുക സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ വെൽഫെയർ സംസ്ഥാന വെൽഫെയർ ഒക്കെ ചേർന്നുകൊണ്ട് മെമ്പർമാർക്ക് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ അദ്ദേഹത്തിന്റെ യോഗശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭിക്കുന്നത് 10 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആദായം ലഭിക്കുന്നത്. അതുപോലെ ഒരുപാട് ജില്ലാ സംസ്ഥാന വെൽഫെയർ ചികിത്സാ സഹായം, ജില്ലാ സംസ്ഥാന ഇൻഷുറൻസ്, സംരക്ഷണ നിധി, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മുടെ സംഘടന മധ്യേ നേടി തന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഈ വർഷം നമ്മുടെ നല്ലവരായ മെമ്പർമാരുടെ സഹകരണത്തോടെ ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ മേഖലാ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും മെമ്പർമാരും ഭാരവാഹികളൊക്കെ ഈ വർഷം നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് മികച്ച പിന്തുണയാണ് നൽകിയത്. ഏത് പ്രവർത്തനമായാലും ഒരു പ്രവർത്തനം ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്താൽ അത് വിജയിപ്പിക്കുന്നതിന് നമ്മുടെ മെമ്പർമാർ സജീവമായി സഹകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ കമ്മിറ്റി ചുമതലയെടുത്തത് ഉടനെ തന്നെ നമ്മൾ നടത്തിയ സിഗ്നേച്ചർ മാർച്ച്. ഏറെ സംസ്ഥാനത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നമ്മുടെ അംഗങ്ങളൊക്കെ ആ സിഗ്നേച്ചർ മാർച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രകടനത്തിലും ആ മാർച്ചിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സംഘടനാ ചരിത്രത്തിൽ തന്നെ ഏകദേശം അരമണിക്കൂറോളം പ്രമുഖ ചാനലുകളിൽ നമ്മുടെ വാർത്ത റിപ്പോർട്ടർ TV പോലുള്ള അതുപോലെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ ലഹരിക്കെതിരെയുള്ള ഗ്രൂപ്പ് ഫോക്കസ്, നമ്മുടെ മെമ്പർമാരെ അടക്കം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ഗ്രൂപ്പ് ഫോക്കസ് നമ്മുടെ മെമ്പർമാർ നമുക്കറിയാം. നമ്മുടെ ഉന്നതമാർക്ക് ഇന്നത്തെ നമ്മുടെ സംഘടനയെ കുറിച്ചുള്ള പതിപ്പ് ആ ചടങ്ങിൽ വെച്ച് വ്യക്തമാക്കിയതാണ്. അതുപോലെ ജനദിനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ജില്ലയിലെ ഓരോ സ്ഥാപനങ്ങളിലും ഈ ജലം അത്യാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ജലമാലിന്യമാണ്, ജലം സംരക്ഷിക്കണമെന്നുള്ള ഒരു സംഘടനയുടെ ലേഖനോടുകൂടിയുള്ള സ്റ്റിക്കർ എല്ലാ സ്ഥാപനങ്ങളിലും മറ്റ് വിധിയോക്താക്കളുണ്ടായിരുന്നു. അതിനുശേഷം കാസർഗോഡ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഒന്ന് സംസാരിക്കാൻ കഴിയുന്ന സന്തോഷം അതിമേറെയായിരുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് കണ്ണുകൾക്കൊപ്പം അല്ലെങ്കിൽ രണ്ട് കണ്ണുകൾക്കൊപ്പം അദൃശ്യമായിട്ടുള്ള ഒരു ക്യാമറ കണ്ണുകൂടി കാണുന്നുണ്ട്. ഇതിൽ 90% ആളുകളും ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ അദൃശ്യമായ ക്യാമറ കണ്ണുകൾ എൻ്റെ പുറത്തേക്ക് തെളിഞ്ഞു നിൽക്കുന്നത്, തിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യം 6
സ്ത്രീകൾ ഫോട്ടോഗ്രാഫി രംഗത്തുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പം ഉണ്ടായിട്ടില്ല. പുതിയ കാലത്ത് സ്ത്രീകൾ തങ്ങളുടേതായിട്ടുള്ള താല്പര്യത്തിനനുസരിച്ച് തങ്ങളുടേതായ ഇഷ്ടത്തിൻ്റെ കൂടെ നടക്കാൻ സധൈര്യം നടക്കാൻ തയ്യാറാവുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ. ആ സന്തോഷം കൂടി ഞാൻ അറിയിക്കുന്നു. കുട്ടിക്കാലത്ത് ഞാനൊരു ഫോട്ടോഗ്രാഫർ ആവണം എന്നാണ് ആഗ്രഹിച്ചത്. എൻ്റെ വീട് മടിക്കയാണ്. മടിക്കി മേക്കാട് സ്കൂളിൽ എല്ലാ വർഷവും ഒരു ക്ലാസ് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ ഒരാളെ പുലരി സ്റ്റുഡിയോ ബാലശ. അപ്പോൾ അവർ വരുമ്പോൾ എല്ലാവരും ഭയങ്കര ബഹുമാനമായിരിക്കും. അപ്പോൾ നമ്മൾ വൃത്തിയുള്ള ഡ്രസ്സ് യൂണിഫോം ആയിരിക്കും, പക്ഷേ എനിക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. വൃത്തിയുള്ള ഡ്രസ്സ് പൗഡർ അന്ന് ഭയങ്കര കറുത്തിട്ടാണ്, ഇപ്പോഴും കറുത്തിട്ടാണ്. പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ പുള്ളി നമ്മൾ ഇരുത്തി ഭയങ്കര ആജ്ഞയായിരിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര ബഹുമാനത്തോടെ നോക്കും, ഫോട്ടോ എടുക്കും. അന്ന് തൊട്ട് എനിക്ക് ഫോട്ടോഗ്രാഫർ ആവാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് സംബന്ധിച്ചുള്ള സംഘടനകളുമായിട്ടുള്ള സംഭവം വെച്ചാൽ എൻ്റെ ക്ലാസ്സിലൊരു കൂട്ടുകാരുണ്ട്. അവർ ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തോന്നി. കാരണം അവൻ കുറച്ച് ഡാർക്കായിരുന്നു. ഫോട്ടോ വരുമ്പോൾ അത് നടക്കാമെന്ന് തോന്നിയിട്ട് അവൻ 5 മുതൽ 10ാം ക്ലാസ് വരെ ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വന്നിട്ടില്ല. അതിപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ആലോചിച്ചുള്ള കാര്യമാണ്. അപ്പം അന്ന് തൊട്ട് ഫോട്ടോഗ്രാഫർ ആവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു വിഷ്വൽ സെൻസ് എനിക്കില്ല എന്ന് ഞാൻ സ്വയം തിരിച്ചറിയുകയും ഞാൻ കഥയുടെ ഒരു വഴിയിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു വലിയ കർമ്മമാണ്. നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു നിമിഷത്തെ ഫ്രെയിമിലാക്കുക മാത്രമല്ല, അതിലൂടെ ഒരു കഥ പറയുകയും ചെയ്യുന്നത്. അത് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ കൂടി അറിയുന്നതാണ്. ലോകത്തിലെ പല ചലനങ്ങളും രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പല പരിണാമങ്ങളും ഉണ്ടാക്കുന്നതിൽ പല ഫോട്ടോസും വലിയ പങ്ക് വഹിച്ചു. ഇപ്പോൾ കെവിൻ കാർട്ടറുടെ ഒരു ഫോട്ടോ ഉണ്ട്. സുഡാനിലെ ക്ഷാമകാലത്ത് കെവിൻ കാർട്ടർ പകർത്തിയ ഒരു വലിയ ഫോട്ടോ. അതായത് ഒരു വിരിഞ്ഞ ഒരു കുട്ടി ശോഷിച്ച് എലികളൊക്കെ പുറത്ത് കാണുന്ന തലയൊക്കെ വലുതായി കിടക്കുന്ന മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ഒരു കഴുകൻ കുത്തിവെക്കുന്നതാണ് ഫോട്ടോ. ആ ഫോട്ടോ പബ്ലിഷായ ശേഷം പുള്ളി ഫോട്ടോ എടുക്കുന്നു, ആ കുട്ടി മരിക്കുന്നു. ആ ഫോട്ടോ ഭയങ്കരമായി ലോകപരമായി ചർച്ച ചെയ്യപ്പെടുകയും സുഡാനിലെ ക്ഷാമത്തിലുള്ള ദരിദ്രമായിട്ടുള്ള സുഡാനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ സുഡാനത്തെ നോക്കുകയും സുഡാന്റെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഫലം ആ ഫോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കെവിൻ കാർട്ടർ ആ ഫോട്ടോ എടുത്തതിന് ഡിപ്രഷനിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടായി. അതേപോലെ നിക്കോ എന്ന് പറയുന്ന ഒരു വിയറ്റ്നാം യുദ്ധകാലത്ത് ഒരു നീക്കറായിട്ട് ഓടുന്ന ഒരു കുട്ടിയുടെ ചിത്രം ഗോവയുണ്ട്. നീക്കറായിട്ട് ഗോവ എനിക്ക് കൊള്ളുന്നു എന്ന് കണ്ടുകൊണ്ട് ഈ അമേരിക്കയുടെ അധിനിവേശ കാലത്ത് വിയറ്റ്നാമിലെ 8 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗോവ എനിക്ക് കൊള്ളുന്നു എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു ഫോട്ടോ ലോകത്തിൽ ആകമാനം യുദ്ധത്തിനെതിരായിട്ടുള്ള ഫോട്ടോ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നു. ഇതേപോലെ ടിയാനൻമെൻ സ്ക്വയർ ടാങ്കിനെ ഒപ്പോസ് ചെയ്തിട്ട് എന്നെ കൊണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്ന് ടിയാനൻമെൻ സ്ക്വയറിന് മുമ്പിൽ ഒരു യുദ്ധ ടാങ്ക് വരുമ്പോൾ ഇങ്ങനെ നെഞ്ചു വെച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന്റെ ഒരു സാക്ഷ്യ ദൃശ്യമാണ്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ നാഷണൽ ജിയോഗ്രഫിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് പല കാലങ്ങളിൽ പല രീതികളിൽ നമ്മുടെ കാലത്തെയും നമ്മുടെ സമൂഹത്തെയും പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ഇപ്പോൾ കേരളത്തിൽ സമീപമുള്ള കാസർഗോഡുകാരനാണ് എൻഡോസൾഫാൻ എന്ന ഒരു വിഷദുരന്തം നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ വളരെ ഭീകരമായിട്ട് താണ്ഡവമാടിയ കാലത്ത് അത്
ആദ്യമായി വിളിച്ചു പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫർ വലിയ അത് ഞാൻ ജോലി ചെയ്യുന്ന മാതൃഭൂമിയിലെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള മധുവേട്ടൻ പകർത്തിയ മധുവേട്ടൻ പകർത്തിയ എൻഡോസൾഫാൻ ഇരകളുടെ ചിത്രമാണ്. എൻഡോസൾഫാൻ ഇത്രയും ഭീകരമായിട്ട് കാസർഗോഡ് സാധാരണക്കാരായ മനുഷ്യരുടെ നാശം വിധിച്ചിട്ടുണ്ടെന്ന് പുറം ലോകത്തിലേക്ക് വ്യക്തമാണ്. അതോടുകൂടിയാണ് എൻഡോസൾഫാൻ നിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റ് ഇരകൾക്ക് നഷ്ടപരിഹാരവും ചികിത്സാ സഹായവും നൽകാൻ സർക്കാരും മറ്റ് സംഘടനകളും തയ്യാറാണ്. ഇത് പല രീതിയിൽ പല തരങ്ങളിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫർമാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബാബുക്കോയ സിനിമയിൽ സ്മൈൽ 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 എന്നൊരു സാധനം ഫോട്ടോഗ്രാഫർമാരെ ബാബുക്കോയ പറയുന്ന സ്മൈൽ എന്ന് പറയുന്ന സംഭവം ഓർമ്മയാണ്. അപ്പോൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ ഇവരാണ് കല്യാണം തീരുമാനിച്ചത്. എപ്പോൾ കിട്ടണം, താലിമാനൊക്കെ കൈമാറണം, അതൊക്കെ നല്ലതാണ്. അതൊക്കെ എല്ലാവരും നിർത്തി എടുക്കുമ്പോൾ ചിരിക്കും ഇവിടെ നോക്കും ചിരിക്കും എന്ന് എല്ലാവരും പറയുമ്പോൾ ഭയങ്കരമായ പ്രയാസങ്ങളോട് കടന്നു പോകുന്ന മനുഷ്യരുണ്ടാവും. അല്ലെങ്കിൽ ഈ ചൊടിച്ചിട്ട് നിൽക്കുന്ന വന്ന ബന്ധുക്കളുണ്ടാവും. അവരൊക്കെ അറിയാതെ ചിരിച്ചു പോകുന്നു. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് പോകുന്നത്. കാരണം ചിരിക്കാത്ത മനുഷ്യനെ ചിരിപ്പിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോറായിട്ട് ഫോട്ടോ എടുത്ത ശേഷം പറയും. ഇതൊക്കെ ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ ചില നേരങ്ങളിൽ ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു അർത്ഥം വരുന്ന ഒരു വലിയ കാര്യമാണ്. അത് ഈ കല്യാണ ചടങ്ങിലായാലും അല്ലെങ്കിൽ നിശ്ചയത്തിലായാലും അല്ലെങ്കിൽ മറ്റ് ആഘോഷ പരിപാടികളിലൊക്കെ ഈ ഫോട്ടോഗ്രാഫർമാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ അവിടെ എത്തുന്ന ആളുകളിലേക്ക് സന്തോഷത്തിന്റെ ഒരു പ്രകാശം ചൊരിയുന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. അതൊക്കെ മനസ്സിലാവുന്നില്ല, അതൊരു ആഴമൊക്കെ മനസ്സിലാവില്ല. പക്ഷെ ഒരു എഴുത്തുകാരെന്ന ഞാൻ ആദ്യം കാണുമ്പോൾ എല്ലാവരും ചിരിക്കാത്ത പക്ഷെ ചിരിക്കുന്നു, അവർ ചേർത്ത് പിടിക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ രണ്ടുപേർ കെട്ടിപ്പിടിക്കുമ്പോൾ, രണ്ടുപേർ പരസ്പരം ചെയ്യിക്കുമ്പോൾ, രണ്ടുപേർ സ്നേഹത്തോടെ നോക്കുമ്പോൾ ഈ ലോകം കുറച്ചുകൂടി സുന്ദരമായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അത് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവിതത്തോട് നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ. അപ്പോൾ ഫോട്ടോഗ്രാഫർമാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഫോട്ടോ എടുത്ത് ലോകത്തെ കൂടുതൽ വെളിച്ചമുള്ളതാക്കി മാറ്റുന്നു എന്നതാണ്. ജീവിതം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരണത്തിനും ജനനത്തിനും ഇടയിലുള്ള ഒരു വെപ്രാളം മാത്രമാണ് ജീവിതം. അല്ലേ? പൂന്താരത്തിന്റെ എന്ന ഇതിനെ കണ്ടാൽ തനിക്കും നശവും ഇന്ന നേരം നേരവും അറിഞ്ഞില്ല. കണ്ടിരിക്കും ജനങ്ങളെ കണ്ടിൽ വരുത്തുന്നതും ഭവാൻ പോട്ട് കണ്ടിൽ വരുത്തുന്നതും ഭവാൻ. അവർ മരണം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവർ ഇന്ന് കാണുന്ന മനുഷ്യരാണ് കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമുക്ക് ഉറപ്പില്ല. ജീവിതത്തെ നിസ്സാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു കഥയിൽ കുറേ രാജ്യങ്ങൾ കീഴടക്കിയിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തി നിങ്ങൾ ഇത്രയും രാജ്യങ്ങൾ കീഴടക്കിയിട്ടുള്ള എത്രയോ സമ്പത്ത് സ്വന്തമാക്കിയിട്ടുള്ള മഹാനായിട്ടുള്ള നിങ്ങൾ മരിക്കുമ്പോൾ ശവപേടകത്തിൽ നിന്ന് 2 കൈകൾ പുറത്തേക്ക് ഇടുന്നത് അത് നാടൻകടലിലേക്ക് ചോദിക്കുന്ന സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും ദാർശനികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരമാണ് ഞാൻ കാണുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെയാണ് പറഞ്ഞത്: എത്രയോ രാജ്യങ്ങൾ കീഴടക്കിയിട്ടുള്ള, എത്രയോ സമ്പത്ത് സ്വന്തമാക്കിയിട്ടുള്ള, എല്ലാവരും കീർത്തി കേട്ട ഈ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പോലും മരണത്തിലേക്ക് യാത്രയാവുന്നത് ശൂന്യമായ കൈകളോടെയാണെന്ന് അങ്ങനെയെങ്കിലും എൻ്റെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാൻ മരണത്തിലേക്ക് ഇത്രയും സമ്പന്നനായിട്ടുള്ള ഞാൻ പോലും മരണത്തിലേക്ക് യാത്രയാവുന്നത് ശൂന്യമായ കൈകളോടെയാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ എന്നാണ് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത്. ഇത് തന്നെയാണ് ജീവിതത്തിന്റെ ഒരു ശൂന്യത എന്ന് പറയുന്നത്. മണ്ണിൽ നിന്ന് ജനിച്ചവർ മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന ഉദാഹരണം പോലെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഈ ജീവിതത്തോട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീബുദ്ധൻ പറഞ്ഞ വാചകം തന്നെയാണ് അതിൻ്റെ ഉത്തരം.
ശ്രീബുദ്ധൻ അദ്ദേഹത്തിന്റെ സമാധി വേളയിൽ സമാധിസ്ഥനായി മരണത്തിലേക്ക് സമാധിസ്ഥനായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ആനന്ദൻ ബുദ്ധനോട് ചോദിക്കുന്നു, അല്ലയോ ബുദ്ധ, സങ്കടത്തോടെ ബുദ്ധനോട് ആനന്ദൻ ചോദിക്കും, അല്ലയോ ബുദ്ധ, മരണത്തിലേക്ക് യാത്രയാവും മുമ്പ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും സങ്കടത്തോടെ ബുദ്ധനോട് ആനന്ദൻ ചോദിക്കുമ്പോൾ ബുദ്ധൻ പറഞ്ഞ ഉത്തരമാണ്, ബുദ്ധന്റെ അവസാന വാചകമാണ് ജീവിതത്തിന്റെ അർത്ഥം. ബുദ്ധൻ പറഞ്ഞത് ഇത്രമാത്രമാണ്, സ്വയം ഒരു വെളിച്ചമായി മാറുക എന്നുള്ളതാണ് ബുദ്ധൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ജീവിതത്തിന്റെ അർത്ഥം. ഒരു മെഴുകുതിരി പോലെ നമ്മളിങ്ങനെ പലതരം ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, പല പ്രശ്നങ്ങളുടെ ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു മെഴുകുതിരി പോലെ വെളിച്ചമായിട്ട് പൊളിഞ്ഞു വീഴുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്റെ അർത്ഥം. അത്തരം വെളിച്ചങ്ങൾ ജീവിച്ച, അത്തരം വെളിച്ചമുള്ള മനുഷ്യർ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഇത്രയേറെ വയസ്സായിട്ട് ഈ ലോകം നശിക്കാതെ നിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫർമാരെല്ലാം അത്തരത്തിലുള്ള വെളിച്ചങ്ങൾ പല രീതിയിൽ പല മനുഷ്യരിലേക്ക് പടർത്തുന്നത് എന്ന് എനിക്കറിയാം. അത്തരത്തിലുള്ള വെളിച്ചത്തിൻ്റെ നിറവേറൽ ഇനിയും കൂടുതൽ വ്യാപിക്കട്ടെ, കൂടുതൽ സുന്ദരമാകട്ടെ, ലോകം കുറച്ചുകൂടി വെളിച്ചമുള്ളതാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടതിലുള്ള സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ആ തൊഴിൽ മേഖലയുടെ സംരക്ഷണത്തിനും ആ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമത്തിനും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് തലമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ 41 വർഷക്കാലം ഈ സംഘടനയെ മുന്നിൽ നിന്ന് നയിച്ച എല്ലാ മഹാരഥന്മാരെയും ഇത്തരത്തിൽ നന്ദിയോടെയും ബഹുമാനത്തോടുകൂടി ആദരിക്കുക. സ്ഥാപക നേതാക്കളായിട്ടുള്ള സാറും കെട്ടിപ്പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം ഇന്ന് ഈ കേരളത്തിനകത്ത് 14 ജില്ലകളിൽ 123 മേഖലാ കമ്മിറ്റികളിലൂടെ 449 യൂണിറ്റ് കമ്മിറ്റികളിലൂടെ 17,759 മെമ്പർമാരെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പങ്കാളികളാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു സംഘടനയാണ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ. നമുക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റും, കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടിത ഫോട്ടോഗ്രാഫി മേഖലയിലെ ഒരു സംഘടന എന്ന് പറയുന്നത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആണെന്ന് ആത്മധൈര്യത്തോടെ AKP പ്രസ്ഥാനം ഒരു മോശം പ്രസ്ഥാനം. AKP പ്രസ്ഥാനം എന്നും അംഗങ്ങളുടെ ക്ഷേമമാണ് AKP പ്രസ്ഥാനം കൊണ്ടുവച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും നമ്മുടെ അംഗങ്ങൾ ചോദിക്കാറുണ്ട്, സംഘടനയിൽ തന്നുള്ളത് ആത്മവിശ്വാസത്തോടുകൂടി ഈ വേദിയിൽ സന്തോഷം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൈയുടെ വിരലുകളിൽ എണ്ണി പറയാൻ പറ്റും സംഘടന എന്ത് അംഗങ്ങൾക്ക് നൽകിയെന്നുള്ളത്. പക്ഷെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് നമ്മുടെ അംഗങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. അംഗങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ആദ്യമായി നമ്മുടെ സംഘടനയ്ക്കകത്ത് വെൽഫെയർ ഫണ്ട് ആരംഭിച്ചത്. ഒരു അംഗം മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നു പോലും പ്രതിസന്ധിയിലാകുന്ന അല്ലെങ്കിൽ അതുപോലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ മുഴുവൻ പേരുടെ കാര്യമല്ല പറയുന്നത്. കാരണം ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വർക്കിന് പോകുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല സൗമ്യഭാവത്തോടുകൂടി നല്ല ചുറുചുറുക്കോടെ എന്തെല്ലാം സംഘടനകൾ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമർ മുന്നിൽ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് അവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവന്റെ പരിസ്ഥിതി വീക്ഷിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവർത്തകർക്ക് വേണ്ടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് തുടർന്നുള്ള പ്രവർത്തന വർഷങ്ങളിൽ നമ്മൾ ഒത്തിരിയേറെ പദ്ധതികളുമായി മുന്നോട്ട് പോയി. കാരണം ഈ
2023 നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാന്ത്വനം പദ്ധതി എന്നുള്ള വലിയ ബൃഹത്തായിട്ടുള്ള പദ്ധതി AKP പ്രസ്ഥാനം സംഘടനയ്ക്കകത്ത് രൂപീകരിച്ചു. പലരും സംശയദൃഷ്ടിയോടുകൂടി ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളൊരു വേവലാതിയോടുകൂടി പലരും ആ സംവിധാനത്തിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ആ വാക്കുകൾ ആവർത്തിക്കുകയാണ്. ആത്മാഭിമാനത്തോട് പറയാൻ പറ്റും, ഈ പ്രവർത്തന വർഷത്തില് ഈ ഒരു നവംബർ മാസം 25-ാം തീയതി ഈ കാസർഗോഡിന്റെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ആത്മാഭിമാനത്തോട് പറയാൻ സാധിക്കും, സാന്ത്വനം പദ്ധതി എത്രമാത്രം ഈ സംഘടനയ്ക്കകത്ത് സ്വീകാര്യതയോടെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത്. 2023 നമ്മൾ ആ സാന്ത്വന പദ്ധതി പ്രകാരം ഈ AKP പ്രസ്ഥാനത്തിന് ആ പദ്ധതിയിൽ ചേർന്ന 42 കുടുംബങ്ങളെയാണ് നമ്മൾ കൈത്താങ്ങായി മാറിയത്. 8,11,500 വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാന്ത്വനം പദ്ധതിക്കകത്ത് നമ്മൾ കൊടുത്തത് 3 ലക്ഷത്തി. നമ്മൾ 2024 43 കുടുംബങ്ങളെ ഇത്തരത്തിൽ നമ്മൾ താങ്ങായി അന്ന് കൊടുത്തു. നമ്മൾ ഏകദേശം 3 കോടിയിൽ വരും. ഇന്ന് 2025 നിൽക്കുമ്പോൾ നമുക്ക് ഇന്നലെ വരെ മരണപ്പെട്ടത് 24 അംഗങ്ങളാണ്. 9,66,000 വെച്ചിട്ട് 24 അംഗങ്ങൾക്ക് 2 കോടിയിൽ വരെ കൊടുത്തു. ഇതുവരെ AKP പ്രസ്ഥാനം 3 വർഷം കൊണ്ട് ഈ ദരിദ്ര നാരായണന്മാരിൽ നിന്ന്, ഞാൻ അങ്ങനെ തന്നെ പറയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു, ഇത്രയും പൈസ സമാഹരിച്ചു കൊടുക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ദരിദ്ര നാരായണന്മാരെ ആവുകയെന്ന് തിരിച്ചൊരു ക്ലാസ്സിംഗ് പക്ഷെ എനിക്ക് കൃത്യമായിട്ട് എന്റെ അംഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ സാധിക്കും. ഞങ്ങൾ ഈ കോവിഡിലും ഈ വെള്ളപ്പൊക്കത്തിനും പ്രളയ കാലഘട്ടത്തിനും ശേഷം ഞങ്ങളുടെ തൊഴിൽ മേഖല അതിദാരുണമായി നമ്മുടെ തൊഴിൽ മേഖല അതിദാരുണമായി തകർന്നടിഞ്ഞപ്പോഴും എന്റെ സഹപ്രവർത്തകന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ സഹായിക്കാൻ എന്റെ സന്മനസ്സുകൊണ്ടാണ് സാന്ത്വന പദ്ധതി മുന്നോട്ട് പോകുന്നത്. സാന്ത്വന പദ്ധതിയിൽ ഇതുവരെ നമുക്ക് വളരെ അഭിമാനത്തോട് പറയാം 9,53,73,300 രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തു കഴിഞ്ഞു. അത്ഭുതമല്ലേ? AKP പ്രസ്ഥാനത്തിനകത്ത് അത് അത്ഭുതമല്ലേ? നമ്മുടെ സാധാരണ പ്രവർത്തകരിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഇത്രയും പൈസ സമാഹരിച്ചുകൊണ്ട് നമ്മൾ 109 കുടുംബങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വഴിയാകാരായി മാറുന്ന അല്ലെങ്കിൽ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒത്തിരിയേറെ സന്ദർഭങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് സാന്ത്വന പദ്ധതി എന്ന് പറയുമ്പോൾ ആദ്യമായി കടന്നു വരുന്നത് എന്റെ മേഖലയിൽ തന്നെ ആരും ശബ്ദിച്ചില്ല എന്ന് പറയുന്നത് വലിയ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. എന്താ കാരണം അറിയോ? ഫോട്ടോഗ്രാഫർമാരെ കുറിച്ചിട്ട് പൊതുസമൂഹത്തിനും ചെറിയ തെറ്റായ ധാരണയുണ്ട് അല്ലെ? ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞ് പെൺകുട്ടി 9:55 എത്തിയാലും വീട്ടുകാർ കുഴപ്പമില്ല. ബ്യൂട്ടി പാർലറിൽ അവളൊന്ന് പറഞ്ഞ് ബ്യൂട്ടീഷ്യൻ പറഞ്ഞിട്ട് എന്താ, വീട് കൊണ്ടരുത്, പുറത്തേക്ക് ഇറങ്ങരുത്, അന്ന് ജില്ലുകൊണ്ടാക്കി വിട്ടാൽ മതി. പക്ഷെ അതല്ലല്ലോ ചെയ്യണേ. 10:05 പള്ളിയിൽ എത്തി കഴിഞ്ഞാല് ആരാ കുഴപ്പക്കാരൻ? ഫോട്ടോഗ്രാഫർ പള്ളിയിൽ ഈ കാറിൽ ഇറങ്ങുന്ന ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാലും അപ്പോഴേക്ക് ഓടി വന്നു 100,000 ഇറങ്ങുന്ന ആൾക്കാർ ഓടി വന്നു. ഫോട്ടോഗ്രാഫർമാരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ സമയബന്ധിതമായിട്ട് അറിയാവുന്നവരെ പണി എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങളാണ്, ഒരു കുഴപ്പമില്ല, സമയബന്ധിതമായിട്ട് കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ പണികളൊക്കെ ഇതൊക്കെ പിതാവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിൽ ഒരു കല്യാണത്തിലേക്ക് പോകുന്നത്. പിന്നെ കുറെ പേര് അവിടെ ഉണ്ടെന്ന് പറയും, അവന്റെ കോപ്പായം കണ്ടില്ലേ, അവനാണ് ഇപ്പൊ നിയന്ത്രിക്കാനാണ് എന്താ കുഴപ്പം? ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അതുമായി ബന്ധപ്പെട്ടവർക്കോ അതിനൊരു വശമറിയില്ല. യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നോക്കിക്കോ. കാരണം വിളക്ക് വയ്ക്കുന്ന നേരത്തും കുരിശ് വരയ്ക്കുന്ന നേരത്തും എങ്ങോട്ട് തിരിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന എത്രയോ വീട്ടുകാരുണ്ട്. അനുഭവത്തിന് പുറത്ത് പറഞ്ഞതല്ലേ, വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന് പുറത്ത് പറഞ്ഞതാ. അപ്പൊ നമ്മള് അതങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ അതിന്റെ പഴി മുഴുവൻ കേൾക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് ആ പഴികളെ മുഴുവൻ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ
ഒരു കാര്യം താമരശ്ശേരി രൂപതയോടും രൂപത അധികാരികളോടും പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. AKP പ്രസ്ഥാനം എന്നും മതേതരത്വവും അല്ലെങ്കിൽ മതസ്ഥരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അവരുടെ ആരാധന സമ്പ്രദായത്തെയും വളരെയധികം ബഹുമാനത്തോടെ കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് ഫോട്ടോഗ്രാഫർമാർ. തീർച്ചയായിട്ടും ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഏതെങ്കിലും നിലയ്ക്കുള്ളൊരു വ്യത്യാസം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യാതൊരു ദാക്ഷിണ്യങ്ങളും ഉണ്ടാവില്ല. അതുമായുള്ള ശക്തമായ പ്രക്ഷോഭപരമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുദീർഘമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എങ്കിലും കൂടി പ്രിയപ്പെട്ടവരെ, സംഘടനയും അതിന്റെ പ്രവർത്തനങ്ങളും നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകും. 41 വർഷത്തെ പ്രവൃത്തി പരിചയം ഈ AKP പ്രസ്ഥാനത്തിനുണ്ടെങ്കിലും 41 വർഷത്തെ AKP പ്രസ്ഥാനത്തിനകത്ത് ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്ന അംഗങ്ങളിൽ പലരും പ്രസ്ഥാനത്തെ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താലോ വിട്ടുപോകുന്നുമുണ്ട്. നമ്മൾ ഇത്രയും കാലത്തിൽ 17,000 പേരുണ്ടായുള്ളൂ എന്നുള്ളതല്ല, നമ്മൾ ലൈവാണ്. ഈ വർഷം എത്ര പേരുണ്ടോ അത്രയും പേരായിട്ട് നമ്മൾ. പക്ഷെ കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ സംഘടനയോട് ചേർന്ന് നിൽക്കുവാനും, കാരണം ഇന്ന് ഈ ഒരു കാസർഗോഡ് ജില്ലയുടെ പൊതുസമ്മേളനത്തിനകത്ത് പങ്കെടുത്തിരിക്കുന്നവർ ഏകദേശം ഒരു 300 പേര് അല്ല പ്രശ്നമുണ്ട്. അതിനുണ്ടാവോ? 400 ഞാനാ 400 ആയിക്കോട്ടെ. എന്നാ 400. ഈ 400 പേരില് എത്ര സാന്ത്വന പദ്ധതിക്കാരുണ്ട്? സാന്ത്വന പദ്ധതി 2018 ഓഗസ്റ്റ് മുതൽ ഞാനും ഭാഗവാക്കാകുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ പൊട്ടലുടുമ്പോൾ തേങ്ങ ഇടുന്നത് പോലെ നിങ്ങളുടെ എല്ലാ പരിപാടിയും എന്നെ ക്ഷണിക്കുന്നു എന്നുള്ളത് ഒരു അപകടമായി തോന്നുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം നിങ്ങൾ ചേർത്ത് നിർത്തുന്നത് നിങ്ങളുടെ കൂടെ പിറപ്പുകൾ തന്നെയാണ്. ഇന്ന് അധ്യക്ഷൻ നിങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ സംഘടന നിങ്ങളുടെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നൽകുന്ന വെൽഫെയർ പദ്ധതിയെ കുറിച്ച്, അത് തന്നെയാണ് നിങ്ങളുടെ ഭാവിയുടെ മുതൽക്കൂട്ട് എന്ന് തന്നെ നിങ്ങൾ കാണുക. മറ്റൊരു കാര്യം നമ്മൾ പറയാറുള്ളത്, ഇപ്പോൾ ഹരീഷ് ആയാലും ഷെരീഫായാലും എന്നും ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഓഫീസ് ജീവനക്കാരെ പോലെ പ്രവർത്തിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ അവർ മാത്രമല്ല, ഇതിന് മുന്നിലും നിങ്ങളുടെ ഭാരവാഹികൾ ആയവർ കൂടിയുണ്ട്. അവർക്കും അതുപോലെ തന്നെ ജില്ലാ അഡ്വൈസറി ബോർഡ് മെമ്പറായി നിങ്ങളുടെ പ്രതിനിധികളായി ഹരീഷിനെയും മറ്റു ഭാരവാഹികളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ സമ്മേളനത്തിൽ എനിക്ക് തോന്നിയത് പലപ്പോഴും രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പലരെയും സ്റ്റേജിലേക്ക് കയറ്റി അവരുടേതായ വീക്ഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത് ആണ് പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് സാംസ്കാരിക മേഖലയിൽ നിന്നും ഒരു ഉദ്ഘാടകനെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ശ്രുതി മധുരമായ ഒരു പ്രാർത്ഥനാ ഗാനം ഇവിടെ കേട്ടു. അത് ആരാ പാടിയെന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല ശബ്ദത്തോടു കൂടി നിങ്ങളുടെ ഇതിന്റെ തുടക്കം വളരെ ഭംഗിയാക്കിയ ആ സഹോദരിക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഇത് എന്നെ കൂടി നിങ്ങളുടെ ഭാഗവാക്കാക്കിയത് വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. വളരെ വിശദമായി തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരരെ, വനിതാ സൗകര്യങ്ങൾ, സംഘടനാ കാര്യങ്ങളൊക്കെ വളരെ സംഘടന വിശദീകരിച്ചു കഴിഞ്ഞു. നമുക്കിനി ഉച്ചയ്ക്ക് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്, ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലാസ് നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഫോട്ടോഗ്രാഫി രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ രംഗത്ത് നാളെ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് കമ്മിറ്റിക്ക് വലിയ ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സംവിധാനം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മുൻകൈയിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള അറിവുകൾ പകർന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിനു വേണ്ടി ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പേരും ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. നമുക്ക് കാസർഗോഡ് 41ാമത് ജില്ലാ സമ്മേളനം വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മേളനത്തോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് നമ്മുടെ ജില്ലാ സമ്മേളനം നമ്മൾ ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ മുതൽ വ്യത്യസ്തമായ പരിപാടികളോടുകൂടി രാവിലെ മുതൽ സമ്മേളനം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും
ഉദ്ഘാടനം ചെയ്ത ഷജിയും പിന്നെ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരെ ശക്തമായി പറയാൻ പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ നേതാക്കന്മാരെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞു. വേറെ പ്രത്യേക കാര്യങ്ങളില്ല. ഈ സമയത്ത് എല്ലാ ആശംസകളും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് ഈ പൊതുസമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ ഷാജി കുമാർ, മുഖ്യപ്രഭാഷകൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോൺസൺ സർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സതീഷ് മണി, സംസ്ഥാന സെക്രട്ടറി ശ്രീ ഹരീഷ് ബാലകൃഷ്ണൻ, മറ്റ് സംസ്ഥാന ജില്ലാ മേഖല യൂണിറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട മെമ്പർമാരെ, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് അവസാനമായിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ വ്യത്യസ്തമായി ഒരുപാട് വ്യത്യസ്തമായ പരിപാടികളുമായിട്ടാണ് കാസർഗോഡ് ജില്ല ഈ വർഷം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻവർഷങ്ങളിലൊക്കെ അത് ഒരു പൊതുസമ്മേളനത്തിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറം ഈ വർഷം ഒട്ടേറെ പരിപാടികളാണ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ഷേമനിധി ക്യാമ്പ്, കാർഷിക മേള, മെഡിക്കൽ ക്യാമ്പ്, അങ്ങനെ ഒട്ടനവധി പരിപാടികൾ. ഈ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് മറ്റ് സംഘടനാ കാര്യങ്ങളെക്കുറിച്ചും സംഘടനാകളുടെ സംസ്ഥാന പ്രസിഡന്റ് പരിപാടികൾ പ്രതിപാദിച്ചു വരുന്നത്. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം വരും വർഷങ്ങളിൽ നമ്മൾക്ക് സംഘടനയോടൊപ്പം സംസ്ഥാന പ്രസിഡന്റ്, മറ്റ് എല്ലാ സംസ്ഥാന ജില്ലാ മേഖല യൂണിറ്റ് ഭാരവാഹികളെ, എൻ്റെ ഏറ്റവും സ്നേഹം വനിതാ മേഖലമാരെ, 41ാമത് ജില്ലാ സമ്മേളനം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറയാൻ ഞങ്ങളുടെ വനിതകൾ മാത്രമേ ഈ വേദിയിലുള്ളൂ, നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ലാ ഭാരവാഹികൾക്ക് ഞങ്ങളുടെ വനിതാ വീട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വനിതകളുടെ ഏത് പ്രവർത്തനത്തിനും എല്ലാവിധ പിന്തുണയും സഹകരണവും തരുന്ന ജില്ലാ ഭാരവാഹികളും, അതുപോലെ ഇപ്പൊ നിലവിലുള്ള യൂണിറ്റിലെങ്കിലും നമ്മുടെ കോർഡിനേറ്റർ പ്രശാന്ത് ഏട്ടനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പ്രകടനം ഏകദേശം തീരാൻ പോകുന്ന സമയത്തായിരുന്നു. എല്ലാവരും വെയിലുകൊണ്ട് ക്ഷീണിച്ച സമയത്ത് നമ്മുടെ വനിതാ മെമ്പർ ഷാലിയുടെ മുദ്രാവാക്യത്തോടെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണർന്ന് നടന്നു. അതിന് ഷാലിക്ക് എല്ലാവിധ അഭിനന്ദനവും. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലാ നേതാക്കൾ, മെമ്പർമാർ, ഈ 41ാം സംസ്ഥാന സമ്മേളനത്തിന് ഭാഗമായി നടക്കുന്ന ജില്ലാ സമ്മേളനമാണ് നമ്മുടെ 17 യൂണിറ്റ് സമ്മേളനങ്ങളും 5 മേഖലാ സമ്മേളനങ്ങളും കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനമാണ്. ഇതിന്റെ കാതലായ സമ്മേളനമാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഈ വർഷം നല്ലൊരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല പ്രവർത്തന കർഷക കൂട്ടായ്മയും അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാ കൂടിയും നല്ലൊരു പ്രവർത്തനം ഈ വർഷം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. യൂണിറ്റിന്റെയും മേഖലയുടെയും എല്ലാ സഹകരണത്തോടു കൂടിയാണ് നമുക്ക് പരിപാടി നടത്താൻ സാധിച്ചത്. അവരുടെ അറിയിക്കുന്നു. ഞാൻ കരുതി കിടക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളെല്ലാം നേതാക്കന്മാരെ സംസ്ഥാന നേതാക്കന്മാരെ ചേർച്ച് കഴിഞ്ഞു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ച നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സുഗണൻ ഗിരിയ, അദ്ദേഹത്തെ യോഗത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഷാജി സാർ, അദ്ദേഹത്തെ ഈ യോഗത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ സാർ, അദ്ദേഹത്തെ ഈ യോഗത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ട്രഷറർ ഉണ്ണിക്കോട്, അദ്ദേഹം ഒരു തീ പോലെ വരുമാവേശം സ്ഥിരയൊന്നാകെ എരിവീറോടെ ദിശ മാറാതെ വഴി തേടുന്നേ മനസ്സിൽ മിന്നലാടും നെഞ്ചം താളമേകുന്നേ ലക്ഷ്യം നേടുവാനെന്നേറെ ദൂരം പോകണ്ടേ തുണയ്ക്കായി
കുറച്ചായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ SIR അല്ലേ നാട്ടിലെ വിശേഷം? എന്റെ മോന്റെ പേര് അവസാനം നടത്ത SIR ലിസ്റ്റിലില്ല. ഹേയ്, പ്രോബ്ലം ഒന്നും ഇല്ലടോ. എന്റെ മോനും അതിലില്ല. കാരണം അവസാനം SIR നടന്ന 2002 നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സായിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പേര് അതിലുള്ളത് കൊണ്ട് BLO വീട്ടിൽ വരുമ്പോൾ ആ വിവരങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ അച്ഛനമ്മമാരുടെ പേര് പഴയ SIR ലിസ്റ്റിലുണ്ടായാൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നുമില്ല. ബന്ധുക്കളുടെയോ വിവരങ്ങളായാലും മതി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വരും. അതും ഇപ്പോഴല്ല, വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലേ? ഞാൻ വിചാരിച്ച് പണിയായിരിക്കുമെന്ന്. പിന്നെ പേടിക്കാനൊന്നുമില്ല. 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും BLO വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകും. നന്നായി, ആ ടെൻഷൻ തീർന്നല്ലോ. മോനോട് പറയാം, അവനും സമാധാനമാവട്ടെ. കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.